ഇന്ന് നമുക്ക് വീട്ടിലൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ പ്രിയേഷും രാഖിയാണ് വരുന്നത്. പ്രജുവിൻ്റെ കസിനാണ് പ്രിയേഷ്. ഇവർ കസിൻസ് മാത്രമല്ല, ഇവർ നല്ല തിക്ക് ബഡ്ഡീസാണ്. അപ്പം വന്നപ്പോഴേക്കും പിള്ളേരൊക്കെ കളി തുടങ്ങി. ഇവരെത്തുമ്പോഴേക്കും ഒരു ഈവനിങ് 8 o'clock ഒക്കെ ആയി. വന്നൊരു ചായയൊക്കെ കുടിച്ചു. നമ്മൾ ഡിന്നർ പുറത്തുനിന്നാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഇവർ സാറ്റർഡേ ഈവനിങ് ആണ് വന്നത്. ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, സാറ്റർഡേ നൈറ്റ് ബാംഗ്ലൂർ ഇവിടെ കോറമംഗലം അടിപൊളി വൈബാണ്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് എംപയറിലേക്കാണ് പോകാൻ പ്ലാൻ ചെയ്തത്. ആസ് യൂഷ്വൽ ഭയങ്കര ട്രാഫിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാർക്കിംഗ് ഒക്കെ കണ്ടുപിടിക്കാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. ഇവരിവിടെ ബാംഗ്ലൂരായിരുന്നു പണ്ട്. ഇപ്പം രാഖിക്ക് എറണാകുളത്തോട്ട് ട്രാൻസ്ഫറായി. ഇപ്പോൾ ഇവർ എറണാകുളം സെറ്റിൽഡാണ്. അപ്പോൾ ഇവർ ബാംഗ്ലൂരുള്ളപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവരെ കാണാനൊക്കെ വരാറുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഞങ്ങളിപ്പം എംപയറിലോട്ടാണ് പോകുന്നത്. ഈ എംപയർ റെസ്റ്റോറൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫസ്റ്റ് സജസ്റ്റ് ചെയ്ത് തന്നെ പ്രിയേഷാണ്. അപ്പം ഇവിടുത്തെ ഈ ഗീ റൈസും ആ കബാബും ഗ്രിൽഡ് ചിക്കനും അടിപൊളിയാണ്. ഇപ്പം ഞങ്ങൾ എംപയറിൻ്റെ ഫാൻസായി എന്ന് തന്നെ പറയാം. പ്രിഷിൻ്റെ എക്സ്പ്രഷൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഗ്രിൽഡ് ചിക്കൻ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അതുപോലെ ഗീ റൈസും അടിപൊളി കേട്ടോ. ഗീ റൈസും അതിൻ്റെ കൂടെ കിട്ടുന്ന ഗ്രേവിയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മുടെ ബാലു എത്തിയിട്ടുണ്ട്. ബാലു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നാട്ടുന്നൊരു മുങ്ങും. പിന്നെ ഇവിടെ നോക്കിയാലാണ് കാണാറ്. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങളൊരു കബാബ് ഓർഡർ ചെയ്തു. ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാ ഫുഡും അടിപൊളിയാണ്. കബാബ് ആണെങ്കിലും ഗ്രിൽഡ് ചിക്കൻ ആണെങ്കിലും ഗീ റൈസ് ആണെങ്കിലും അടിപൊളിയാണ്. ഇവരുടെ ബിരിയാണിയും അടിപൊളിയാണ്. ബിരിയാണി പക്ഷേ ഞങ്ങൾ വാങ്ങിയില്ല, ഞങ്ങൾ ഗീ റൈസാണ് വാങ്ങിയത്. തിരിച്ചെടുത്തില്ലോ. ഇപ്പോൾ സമയം ഒരു 12 മണിയൊക്കെ ആയി കാണും. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുമ്പം 12:30 1 മണിയൊക്കെ ആയി. അപ്പം ഈ എംപയർ ക്ലോസ് ചെയ്യുന്നത് 2 o'clock-നാണ്. അപ്പോഴും ഞങ്ങൾ വരുമ്പോഴും അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ മോർണിംഗ് ആയി. ഇവിടെ ഒരാളും എഴുന്നേറ്റിട്ടില്ല. നമുക്ക് ആദ്യം പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ചിക്കൻ കറിയും വേണമെന്നൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷേ ചിക്കൻ മേടിക്കാൻ പ്രജുവിനിട്ടില്ല. എനിക്ക് നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ കടലക്കറിയും കൂടെ പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ പുട്ടും കടലക്കറിയും ഉണ്ടാക്കി. കടലക്കറിയുടെ അടിപൊളിയാ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമുക്കിനി ലഞ്ചിൻ്റെ പരിപാടിയാണ്. ലഞ്ചിന് ഞങ്ങൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രജു ആണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. പ്രജു 2-3 വട്ടം ഉണ്ടാക്കി. ബിരിയാണി അടിപൊളി സക്സസ് ആയതുകൊണ്ട് തന്നെ ഇത്തവണയും ചിക്കൻ ബിരിയാണി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ ബിരിയാണി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇവിടെ ഒരാൾ പാക്കിംഗ് ഒക്കെ തുടങ്ങി. വരുന്നതിന് മുന്നേ തിരിച്ചു പോകാനുള്ള പാക്കിംഗ് ആണ്.
അങ്ങനെ പാക്കിങ് അവർ പാക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളെ ബിരിയാണി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബിരിയാണി 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 യാ യാ എന്ത് തുടങ്ങിയത്? സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും അടിപൊളിയായിരുന്നു ഇത്തവണത്തെ ബിരിയാണി. ഈ ബിരിയാണിയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഓൾറെഡി ഷോർട്സിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നില്ലാത്തതിനേക്കാളും എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. അന്ന് ഞങ്ങൾ ഗരം മസാല ഇട്ടില്ലായിരുന്നു. ഇന്ന് അതും കൂടെ ആഡ് ചെയ്തപ്പം അടിപൊളിയായി. ഒരു രക്ഷയില്ല കേട്ടോ ബിരിയാണി. ടേസ്റ്റ് ഉണ്ടോ? ആമിക്ക് കൊടുക്ക്. ലൈറ്റെല്ലാം ഓഫ് ആയിക്കണം. ആയിരം സ്പൂണോടെ സെക്കൻഡ് സ്പൂൺ കൊടുക്കും ദേവിക്ക്. ഫോണുണ്ടായിരിക്കുന്നേ. വെരി ഗുഡ്. ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും ഇവർക്ക് പോകാൻ ടൈമായി. ഇവർ ഫ്ലൈറ്റൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. സോ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ. നിങ്ങളൊന്നോ ടാറ്റാ. ഗ്ലാസ് എത്തി. ബൈ ബൈ. ടാറ്റാ. നെയ്തു ബൈ. ആമി ബൈ പറയ്. ബൈ ബൈ. ഓക്കേ.